ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൂടി സമരം വ്യാപിപ്പിച്ച് സർക്കാർ അവഗണനയ്ക്കെതിരെ സമരം ശക്തമാക്കാൻ തിരുവനന്തപുരത്ത് സെക്രട്ടറി നടയിൽ സമരം നടന്ന ആശാ വർക്കേഴ്സ് തീരുമാനിച്ചിരിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ സമരത്തെ ആക്ഷേപിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം രംഗത്ത് വന്നു. പാട്ടപ്പിരിവുകാരാണ് സമരത്തിന് പിന്നിലെന്നും സമരത്തെ സർക്കാർ ഭയക്കുന്നില്ലെന്നും എളമര കരീമിന്റെ പരിഹാസം. ആശാ വർക്കേഴ്സിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അതിവേഗം അവർ പിന്തിരിയണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു CPM പിന്തുണച്ചിട്ടില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കള്ളക്കഥയാണ്. VS പിന്തുണച്ചിട്ടില്ല. ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട്, അവരാണ് അതിന്റെ പിന്നിൽ. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗം. അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ്. എന്നാൽ ആശാ വർക്കേഴ്സുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് പറയുകയാണ് CPI നേതാവ് ആനി രാജ 24-നോട്. ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ അവിടെ ഡൽഹിയിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആനി രാജയ്ക്ക് അതേ പറയാൻ കഴിയൂ. ആശാ വർക്കേഴ്സിനെ അധിക്ഷേപിക്കുന്നവർക്കൊപ്പമല്ല താനെന്നുകൂടി ആനി രാജ എളമരം കരീമിന് പരോക്ഷമായ മറുപടി കൊടുക്കുന്നുണ്ട്. ചില സമരങ്ങൾ ഒരു ചർച്ച കൊണ്ടൊക്കെ വിജയിച്ച എത്രയോ സമരങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും LDF ഗവൺമെന്റ് അവരുമായി വീണ്ടും ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആശാ വർക്കർമാരുടെ ആവശ്യം അത് ന്യായമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരെ ആരും അധിക്ഷേപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പമല്ല ഞാൻ. സമരപന്തലിൽ സലീം ആലിക്കുണ്ട്. ആശാ വർക്കേഴ്സ് സമരപന്തലിലാണ്. സലീം, എളമരം കരീം പറയുന്നത് ഏതോ പാട്ടപ്പിരിവുകാരുടെ പിന്തുണയിലുള്ള സമരമാണെന്നാണ്. അങ്ങനെ ഒരു പാട്ടപ്പിരിവുകാരുണ്ടോ അവിടെ സലീം? ഹാഷ്മി, കഴിഞ്ഞ 15 ദിവസമായി ഈ സമരം ഇങ്ങനെ ഇവിടെ തുടരുകയാണ്. നമ്മൾ ആ സമരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 15 ദിവസത്തിനിടയിൽ അങ്ങനെ ഒരു പാട്ടപ്പിരിവുകാരെയും നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന കുറെ മനുഷ്യരെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും CPIന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഈ സമരത്തെ അങ്ങനെ ആക്ഷേപിക്കുന്നത് എന്നറിയില്ല. എന്തായാലും 15 ദിവസം കഴിയുമ്പോഴും ഈ സമരത്തിന്റെ വീര്യം കുറയുന്നില്ല, ചോരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം ഏറ്റെടുക്കാൻ മടിച്ച ഈ സമരത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള ഓരോ നേതാക്കളും ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് ഈ സമരക്കാരുടെ തന്നെ വിജയമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നിലവിൽ ഈ ആശാ വർക്കേഴ്സ് ഈ സമരം മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഈ വിമർശനങ്ങളൊന്നും അവർ കാര്യമാക്കുന്നതേ ഇല്ല. അവർ അവരുടെ അവസാനത്തെ ആവശ്യവും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലുമാണ്. ഈ മാസം 27-ന് ആലപ്പുഴയിലും മലപ്പുറത്തുമാണ് ആശാ വർക്കേഴ്സ് സമരം നടത്തുക. ഒപ്പം തന്നെ ഈ മാസം 28-ന് കോഴിക്കോടും സമരത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ നില മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ വനിതാ കമ്മീഷന്റെ പിന്തുണയും സമരത്തിന് ലഭിക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സിന്റെ സമരം ന്യായം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ഒരുമിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ പറയുകയും ചെയ്യുന്നത്. അതിനിടയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഈ വേദിയിലേക്ക് എത്തി എന്നുള്ളത് കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സിനിമാ നടി രഞ്ജിനി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ സമരക്കാർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയും ചെയ്തു. ചേച്ചി, നിങ്ങളുടെ സമരം ഇവിടെ സമരം നടത്തുന്നത് പാട്ടപ്പിരിവുകാരാണ് എന്നാണ് CPIന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞത്. ഇല്ല സാർ, നമ്മുടെ മനസ്സിന്റെ പറയാൻ വാക്കുകളില്ല സാർ. മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നാണ് ഈ സമരത്തിന് വന്നത് സാർ. കാരണം നമുക്ക് അത്ര നിവർത്തിയില്ല സാർ. ഞാനൊരു വിധവയാണ്, വീടില്ല, 3 മക്കളുണ്ട്, പഠിക്കുന്ന മക്കളാണ് സാർ. വേറെ ഒരു നിവർത്തിയില്ല. വീട് വരെ ജപ്തിയായി. ആകെ ഒരു വരുമാനം ഈ ആശാ വർക്കറിയും സാർ. 18 വർഷമായി ഇന്ന് വരെ മാസം തോറും നമ്മളെ സർക്കാർ നമുക്ക് ശമ്പളം തന്നിട്ടില്ല സാർ. 2, 3, 4 മാസമൊക്കെ ആകുമ്പോഴേ നമ്മൾ ഒരുപാട് കരഞ്ഞ് തളരുമ്പോഴേ അവർ നമുക്ക് തരികയുള്ളൂ സാർ. ഇനി അടുത്ത് വെറും കൈയോടെ നമ്മൾ ഇറങ്ങിപ്പോണം സാർ. നമ്മുടെ മൊത്തം ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ട് വെറും കൈയോടെ പറയാൻ നമ്മൾ അനാഥരായി പോകും സാർ. നിങ്ങളുടെ സമരത്തെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് CPIന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സ്വീകരിച്ചിരിക്കുന്നത്. അവര് സ്വന്തമായിട്ട് അവരെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിശ്രമമില്ലാതെ 12 മണിയായിരുന്നാലും ഉറങ്ങാൻ പോലും പറ്റാതെ, ഞങ്ങളുടെ വീട്ടിലുള്ളവരെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാതെ നമ്മളിതിൽ ജോലി ചെയ്തവരാണ്. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. SKN ഹാഷ്മി, വിജയകുമാർ. എന്തായാലും ഈ സമരത്തിന്റെ കരുത്ത് എന്തായാലും ഈ വിമർശനങ്ങൾ കൊണ്ട് ചോരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനും കഴിയുന്നത്.